ഹായ് എവരിവൺ, വെൽക്കം ടു ഹെൽത്ത് സ്പേസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു പൊതുവായ ഒരു ഐഡിയ നമ്മൾ തന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് റിലേഷൻഷിപ്സിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഫാമിലി റിലേഷൻഷിപ്പിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫാമിലി റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഫ്രൂട്ട്ഫുൾ, കുറച്ചുകൂടെ നമുക്ക് സന്തോഷകരമായിട്ട് എങ്ങനെ ആ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയ ആൾക്കാരാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഇവരുമായിട്ടൊക്കെ കൃത്യമായി അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരുടെ ഇടയിൽ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ വളരെയധികം നന്നായിട്ട് നടക്കുന്നതായിരിക്കും. മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം നന്നായിട്ട് നടക്കുന്നുണ്ടാവും. അക്സെപ്റ്റൻസ് മീൻസ് നമ്മൾ ഒരാളൊരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ തെറ്റോ ശരിയോ ആയിക്കോട്ടെ, ഒരു കാര്യം നമ്മളെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നു, ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കാം, ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കാര്യമായിരിക്കാം, നമ്മളെ ബാധിക്കാത്ത കാര്യം പോലും ആയിരിക്കാം. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു, അയാളെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അയാൾക്ക് എങ്ങനെ മറുപടി കൊടുക്കുന്നു, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഫാമിലി റിലേഷൻഷിപ്പിനകത്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ടാകും. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്നും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് നമ്മൾ വെറുതെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ആവില്ല. ഉദാഹരണം, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പേടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ വിട്ട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറയിക്കുക. അപ്പോൾ അവിടെ ഒരു കൃത്യമായ ആശയവിനിമയം നടക്കുന്നില്ല. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ചിന്തിക്കുന്നത് എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ടുള്ള കാര്യമല്ല വരുന്നത്, അപ്പോൾ അതിൻ്റെ മറുപടിയും ഇൻഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ അതിൻ്റെ ഇടയിൽ വരുന്നു, ആ ആശയവിനിമയം കൃത്യമായി സംഭവിക്കുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ അഫെക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ കരുതൽ, അല്ലെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ അച്ഛൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നു, എനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുന്നു, എൻ്റെ മറുപടി ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു. എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ, അല്ലെങ്കിൽ അതിന് ഇന്നൊരു കൃത്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നത് പുള്ളി കേൾക്കുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിലീഫാണ്. കാര്യം ഞാൻ പറയുന്ന കാര്യം കേട്ടു, അല്ലെങ്കിൽ ഞാൻ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മകൻ ഇന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആ ഒരു തിരിച്ചറിവ്, അതിനെയാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. പറയുന്ന കാര്യം എങ്ങനെ എടുക്കുന്നു, ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തു പറയാൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ അക്സെപ്റ്റൻസിന് എതിരാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, വ്യക്തമായ മനസ്സിലാക്കൽ. ഈ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ, അത് നമ്മൾ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രമിക്കണം. പറ്റിയാൽ നമുക്ക് ഒരു നല്ല ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, വലിയ തട്ടുകേടില്ലാതെ. പ്രശ്നങ്ങളുണ്ടാവും, വാക്തർക്കങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതുപോലെ ഇരിക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. അടുത്ത് വരുന്നത്
ഫ്രണ്ട്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. നമുക്ക് പല ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ പ്രായത്തിനനുസരിച്ചല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു സുഹൃത്ത് ബന്ധം മാത്രമേ ഞാൻ കീപ്പ് ചെയ്ത് പോവുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും പേർക്ക് നമ്മുടെ പ്രായത്തിനേക്കാൾ മുകളിലുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, പ്രായത്തിനേക്കാൾ താഴെയുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, അതേ പ്രായത്തിലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവും. ഇതിൽ വൈകാരികമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ടാകും, എന്നാൽ ജസ്റ്റ് ഒരു ഹായ് ബായ് ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. ഈ ഇമോഷണൽ കണക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമുക്ക് ഫ്രണ്ട്സുമായിട്ടായിരിക്കും. അതിന് കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഫ്രണ്ട്സുമായിട്ട് നമ്മൾക്ക് ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്കകത്തും പുറത്തും ഒക്കെ അത് ഒരുപാട് വിമർശിക്കപ്പെടാറും ഉണ്ടാവും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന സമയം ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ബന്ധം കൊണ്ടുപോകുന്നവരും ഉണ്ടാകാം, നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ബന്ധങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ നല്ലതെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മളെ അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണെന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും നമ്മളത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ചില റിലേഷൻഷിപ്പും ഉണ്ടാവാറുണ്ട് ഒരു മൈനോറിറ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രോങ് ഇമോഷണൽ കണക്ഷനാണ്. ഇമോഷണൽ കണക്ഷൻ എത്രത്തോളം ഉണ്ടാകുമോ ആ റിലേഷൻഷിപ്പ് അത്രത്തോളം ഫ്രൂട്ട്ഫുള്ളായിരിക്കും, അത്രത്തോളം ദൃഢമായിരിക്കും. ഫ്രണ്ട്സുമായിട്ട് എല്ലാ വ്യക്തികൾക്കും അത്തരത്തിലുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാറില്ല. ഒറ്റയ്ക്കൊരു ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ട്. അതൊരു പ്രത്യേക വിഭാഗമാണ്. അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മുടെ അയൽക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സ്, നമ്മുടെ ഗുരുനാഥന്മാർ, അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. അവരുമായിട്ട് നമ്മൾ എന്നും സംസാരിക്കാറൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ നിലനിർത്തി പോകുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. അവർ നമ്മളടുത്ത് എന്നും സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ആ ഒരു സ്നേഹവും ബഹുമാനം, വിശ്വാസം അതൊക്കെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കും. അവിടെയാണെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ ആ 3 കാര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ അക്സെപ്റ്റൻസ്, ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. നല്ല ബന്ധം കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ശ്രദ്ധിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കത് കൈവിട്ട് പോകാറുമുണ്ട്. അപ്പോൾ അടുത്ത ടൈപ്പാണ് നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ശരിക്കും എല്ലാവർക്കും ഒരു കൗതുകമുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപാട് അപ്ഡേറ്റഡായ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളൊരു വിഭാഗമാണ്. കാര്യം അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് LGBTQ കമ്മ്യൂണിറ്റിക്കാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു പുതുമ സമ്മാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 1950 എടുത്തു. അന്നുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിരിക്കില്ല 1980, അതായിരിക്കില്ല 2000. ഇന്നിപ്പോൾ 2024 ഇന്ന് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഭീകരമാണ്. ചിലപ്പോൾ ഓൾഡർ ജനറേഷന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ശരിക്കും റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പലരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അക്സെപ്റ്റൻസ് ഇവിടെ പ്രസക്തമാകുന്നത് അങ്ങനെയാണ്. കാരണം ഇന്ന് ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരാളാണോ ഭാര്യ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും, പക്ഷേ എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരുപാട് ചേഞ്ചസ് വന്നു. ഒരുപാട് ടേംസ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ
ഫ്രണ്ട്ഷിപ്പ് പോലെ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് സിറ്റുവേഷൻഷിപ്പ്. ഇന്ന് ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു വേർഡാണ്. അതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് ബെസ്റ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് എന്താ പറയുക നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ശരിക്കും അതൊക്കെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ആകെ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലഘട്ടത്തിനനുസരിച്ച് ആകെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വരുന്ന ഇമോഷണൽ കണക്ഷന് വരുന്ന ഒരു അയവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് സർക്കിളിനകത്ത് വരുന്നൊരു കാര്യമാണ്. വളരെയധികം ഒരു ബോണ്ടിങ് ഉള്ളൊരു കാര്യമാണ്. ഫാമിലിയായിട്ട് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലൊരു ചേഞ്ച് വന്നു. ആ ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റം, അത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കത് ഇഷ്ടമാണോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണോ ഇല്ലയോ, അല്ലെങ്കിൽ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതിനെക്കുറിച്ചല്ല ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമ്മൾ അറിയുക, എന്താണ് ആ കാര്യങ്ങൾ. അറിഞ്ഞതിന് ശേഷം പിന്നീടാണ് അതിന് എന്താ പറയുക, അത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ആദ്യം ലിവിങ് റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല, അവിടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഒരു പർട്ടിക്കുലർ ഗോളോടുകൂടി ഒരുമിച്ച് താമസിക്കുന്ന രണ്ടാൾക്കാർ. അവരുടെ ഇടയിൽ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നില്ല. അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഒന്നും അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് ഈ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നതിന് കാരണം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ലാതാവുകയാണ്. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും അവരവരുടെ ജീവിതത്തിലോട്ട് തിരിച്ചു പോകാം. ഇപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ, ആരും ആയിക്കോട്ടെ, അവരൊരുമിച്ച് താമസിക്കുന്നു. അവരുടെ ഇമോഷൻസ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവരുടെ സെക്ഷൽ ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നു. അവർ നല്ല പാർട്ട്നേഴ്സായിട്ട് ജീവിച്ചു പോകുന്നു. എവിടെയാണോ അവർക്ക് അത് വേണ്ട എന്ന് തോന്നുന്നത് അവിടെ വെച്ച് അവർക്ക് അത് ഒരു ബാധ്യതയും ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന എന്താ പറയുക, നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്കതൊന്ന് ഡ്രോപ്പ് ചെയ്ത് പോകാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും കൂടുതലും അത് പ്രചാരണത്തിലുണ്ട്. ആൾക്കാരത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. അത് നമ്മുടെ ഒരു ഓൾഡർ ജനറേഷന് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും യങ്ങർ ജനറേഷൻ്റെ ഇടയിൽ അത് വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അക്സെപ്റ്റബിളായിട്ട് പോകുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഇടയിൽ പ്രചരണത്തിലുള്ള ഒരു വാക്കാണ് സിറ്റുവേഷൻഷിപ്പ്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ഗോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമോ അല്ലെങ്കിൽ ഒന്നുമില്ല. രണ്ടാൾക്കാർ തമ്മിൽ അവർ കാണുന്നു, സംസാരിക്കുന്നു, ഇടപഴകുന്നു, അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു. അവിടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം, മിക്കവാറും ഉണ്ടാകാറുണ്ട്. അവരുടെ ഇടയിൽ ഇമോഷണൽ എക്സ്ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇമോഷണൽ എക്സ്ചേഞ്ചസ് ഉണ്ടാകും, പക്ഷേ അതിന് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല ഒരാൾക്ക് മറ്റൊരാളുടെ അടുത്ത്. അവിടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ചോദ്യമോ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നുമല്ല. പക്ഷേ രണ്ടുപേരുടെയും ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാം. ഇത് തന്നെയാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ നമുക്ക് ഇടയിൽ വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബെസ്റ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇപ്പോൾ വളരെയധികം
വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ചധികം ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഒരുപാട് ബെസ്റ്റീസായിട്ടുള്ള ഫ്രണ്ട്സുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റബിൾ ആയിരിക്കും, അല്ലായിരിക്കും. ബെസ്റ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തായാലും നിലവിലുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവരുടെ ലവർ എന്നുള്ളതിനപ്പുറം ഒരു ലവർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അയാളുടെ ചിലപ്പോൾ കൺട്രോളിങ് ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ഒരുപാട് നമ്മൾ കമ്മിറ്റഡായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആസ് എ ഹസ്ബൻഡ് എന്നുള്ളൊരു രീതിയിലായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈഫ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ആദ്യമേ അവരുടെ ബന്ധം തുടങ്ങി വരുന്നത്. പക്ഷേ ഈ ബെസ്റ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അവിടെയും ഇതേ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല. ഫ്രണ്ടാണ്, എൻ്റെ എന്ത് കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്. അവിടെയും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാതിരിക്കാം, അതൊരു ക്രൈറ്റീരിയ അല്ല. വളരെ അടുത്ത് ഇടപഴകുന്നതുകൊണ്ട് തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ബെസ്റ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ നമ്മൾ ഇപ്പോൾ റീൽസ് ആരുടെയും ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. ഇപ്പോൾ നമ്മുടെ പല റീൽസിലും കണ്ടിട്ട് പലരും സംസാരിക്കുന്നുണ്ട്, ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്താണ് സംഭവം. മനസ്സിലാകാത്തവരുമുണ്ട്, മനസ്സിലാകുന്നവരുമുണ്ട്. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ബെസ്റ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റും ഒക്കെ എല്ലാം മിക്സായി വരുന്നൊരു സംഭവമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളുമായിട്ട് കൊളൈഡ് ചെയ്ത് ജീവിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ഇമോഷണൽ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു, നമ്മളെ ഫ്രണ്ടാണ്, ഓക്കെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഒന്ന് പുറത്തു പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു വൈബ് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നോ ഇപ്പോൾ ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു, അവർക്ക് സെക്സ് ചെയ്യാൻ തോന്നുന്നു, അവർ സെക്സ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ബൗണ്ടറീസ് ഒന്നുമില്ല. എന്താണ് തോന്നുന്നത്, ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതാണ് ഈ പറഞ്ഞ കൺസെപ്റ്റ്. ഇനി ആർക്കെങ്കിലും അത് കണക്റ്റ് ആവാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്റ്റ് ആവാതെ പോകണ്ട, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ മോശമായി പോയി എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് തീർച്ചയായിട്ടും തിരുത്താം. പിന്നെ ഇതിൻ്റെ അകത്ത് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പാണെങ്കിലും അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം, ഒരിക്കലും ടോക്സിക് ആകാൻ പാടില്ല. കാരണം ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം റിലേഷൻഷിപ്പ് ഡെഡ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അണ്ടർസ്റ്റാൻഡിങ്, അക്സെപ്റ്റൻസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് മാക്സിമം എത്രത്തോളം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ റിലേഷൻഷിപ്പ് എല്ലാം നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടോക്സിക് റിലേഷൻഷിപ്സിനെ കുറിച്ച് കുറച്ചധികം പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവർക്കും അത് കണക്റ്റായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.